അതെ, ജിയോ പൊളിറ്റിക്സിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും തന്നെ ഇത്തരമൊരു നിബന്ധന മുന്നോട്ട് വെച്ചതായുള്ള കേട്ടുകേൾവി പോലുമില്ല. അങ്ങ് യൂറോപ്പിൽ നടക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോൾ ഏതു വിധേനയും അവസാനിപ്പിക്കേണ്ടത് അതിൽ യാതൊരു പങ്കുമില്ലാത്ത ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇതേപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയുമ്പോൾ നാം ഭാരതീയരുടെ എല്ലാം ചോര തിളച്ചേക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏറ്റവും നികൃഷ്ടമായ അല്ലെങ്കിൽ നട്ടെല്ലില്ലാത്ത തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എല്ലാത്തിനെയും ബിസിനസ് ഡീലൊക്കെ ആയി കാണുന്നവരെയൊക്കെ പിടിച്ച് രാജ്യമേൽപ്പിച്ചാൽ മാനവിക മൂല്യങ്ങളെ എല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ നെഗോസിയേഷനായി അവർ ചിലപ്പോൾ ഏതറ്റം വരെയും പോയേക്കാം എന്നതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അതെ, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പുടിൻ ട്രംപ് സമാധാന ചർച്ചകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആരംഭിക്കുവാൻ പോകുകയാണ്. അഥവാ ഈ സമാധാന ചർച്ചകൾ എങ്ങാനും പരാജയമാകുകയാണെങ്കിൽ ഇവിടെ പണിഷ് ചെയ്യുവാൻ പോകുന്നത് നമ്മുടെ ഭാരതത്തെയാണ്. ഇന്ത്യക്ക് മേൽ നിലവിലുള്ള 50% താരിഫിന്മേൽ അഡീഷണൽ താരിഫ് കൂടി US ഏർപ്പെടുത്തും. ഇതെന്ത് കൂത്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ വിശദമാക്കാം. സാധാരണയായി ഇപ്പോൾ ട്രംപിന്റെ വാക്കുകൾക്കൊന്നും ആരും ഇപ്പോൾ വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല. ട്രംപ് പലപ്പോഴും വായിൽ തോന്നുന്നത് പലതും വിളിച്ചു പറയും. അതാണ് കാരണം. എന്നാൽ ഈ കാണുന്ന വ്യക്തി അങ്ങനെയല്ല. USA ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റാണിത്. രാജ്യത്തിന്റെ തീരുമാനങ്ങളെപ്പറ്റി കൃത്യതയോടെ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി തന്നെയാണ് ഏവരും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഭീഷണിയും അല്പം ഗൗരവമേറിയ കാര്യം തന്നെയാണ്. അതെ, ഇദ്ദേഹമാണിപ്പോൾ റഷ്യ US സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇന്ത്യയെപ്പറ്റി ഇത്തരത്തിലൊരു വിവാദപരമായ പ്രസ്താവന നടത്തിയത്. റഷ്യ US ചർച്ചകൾ അഥവാ പരാജയമാകുകയാണെങ്കിൽ അതിൽ ഇന്ത്യയെ തീർച്ചയായും പണിഷ് ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഏതു വിധേനയാണ് ഇവർ ഇന്ത്യയെ പണിഷ് ചെയ്യുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്? ഇന്ത്യയിൽ നിന്നും US എന്താണ് യഥാർത്ഥമായി ആഗ്രഹിക്കുന്നത്? അതായത് ഇപ്പോൾ US വേണ്ടത് ഇവിടെ നടക്കാൻ പോകുന്ന റഷ്യ US സമാധാന ചർച്ചയ്ക്ക് മുൻപ് ഇന്ത്യ ബാക്ക് ചാനൽ ഡിപ്ലോമസിയിലൂടെ പുടിനെ പറഞ്ഞു മനസ്സിലാക്കി അലാസ്കയിൽ വെച്ച് ഇരുവരും സന്ധിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സീസ് ഫയർ എങ്കിലും തമ്മിൽ ധാരണയിലാകണമെന്ന് US ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ നടക്കാത്ത പക്ഷം ഇനി ലോകത്തിലെ ഏറ്റവും അധികം താരിഫുള്ള രാജ്യം അത് ഇന്ത്യ ആയിരിക്കും. നിലവിൽ നമുക്കറിയാം, ലോകത്തിൽ വെറും 2 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ 50% താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഇന്ത്യയും 2 ബ്രസീലും. ഇനി അതിന്റെ മേൽ വീണ്ടും താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയാകും ലോകത്തിലെ മോസ്റ്റ് താരിഫ്ഡ് കൺട്രി ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇനി ഇന്ത്യയെ പറ്റിയുള്ള സ്കോട്ട് ബെസന്റിന്റെ ആ വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. We put secondary tariffs on the Indians for buying Russian oil, and I could see if things don't go well, then sanctions or secondary tariffs could go up. What about China? They're the main purchasers of Russian crude. Again, I'm not going to get ahead of the president, but the president is the best at creating leverage for himself, and he will make it clear to President Putin that all options are on the table. വാട്ട് എ ഹിപ്പോക്രസി. സമ്മതിച്ചു കൊടുക്കണം. അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ യുക്രൈനെ കുറിച്ച് നടത്തുന്ന ചർച്ചകൾ തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. മാത്രമല്ല, ഇതുകൂടാതെ ചിലപ്പോൾ ഇന്ത്യക്ക് മേൽ സാങ്ഷൻസും ഏർപ്പെടുത്തിയേക്കാം. അതായത് പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ മൂലകാരണം നമ്മളാണല്ലോ. അതുകൊണ്ട് അതിനെ തടയേണ്ട ഉത്തരവാദിത്വവും ഒബ്വിയസ്ലി നമ്മുടെയാണ്. ഇവിടെ കാണാം, റിപ്പോർട്ടർ ഉടൻ തന്നെ ചോദിച്ചു, വാട്ട് അബൌട്ട് ചൈന? റഷ്യൻ ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ചൈനയല്ലേ? അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് മേൽ എന്തുകൊണ്ട് താരിഫ് ഏർപ്പെടുത്തുന്നില്ല? എസ്പെഷ്യലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, നാം നോക്കിയാൽ എല്ലായിടത്തും പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ സമയം ഒരേപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് അബൌട്ട് ചൈന? റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് ഇന്ത്യക്ക് മേൽ അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് US ചൈനയ്ക്ക് മേൽ ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്തുന്നില്ല? അതിനുത്തരം പലപ്പോഴും ഇത്തരത്തിലുള്ള ഉരുണ്ടുകളിയാണ്. ട്രംപിനോട് ചോദിക്കണം, പ്രസിഡന്റ് പറയുമെന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നട്ടല്ലില്ലായ്മ എന്ന് സൂചിപ്പിക്കേണ്ടി വരുന്നത്. അവർക്കറിയാം, ചൈനയ്ക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തിയാൽ ചൈന പോകുന്ന കൂടെ അമേരിക്കൻ ഇക്കണോമിയെയും അങ്ങ് കൊണ്ടുപോകുമെന്ന്. So sanctions can go up or they can also be loosened. Sanctions can go up, they can be loosened, they can have a definitive life, they can go on indefinitely. You know, there's this Russian shadow fleet of ships around the world that I think we could crack down on them. But Anne-Marie and Jonathan, the one message I would leave you with, it's that President Trump is meeting with President Putin, and the Europeans are in the wings carping about how he should do it, what he should do it. But the Europeans need to join us in these sanctions. The Europeans need to be willing to put on these. അവസാനമായി US ട്രഷറി സെക്രട്ടറി പറയുകയാണ്, ഇന്ത്യക്ക് മേൽ ഇത്തരത്തിൽ സെക്കൻഡറി സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങൾക്കൊപ്പം പങ്കുചേരണമെന്ന്. അതായത് ജർമ്മനി, UK, ഇറ്റലി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് മേൽ സാങ്ഷൻസ് അല്ലെങ്കിൽ അഡീഷണൽ താരിഫിനെ ഏർപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഈ നടപടി പൂർണ്ണമായും ഫലം കാണുകയുള്ളൂ എന്ന്. എന്നാൽ എന്തൊക്കെയായാലും കാര്യങ്ങളുടെ ഇതുവരെയുള്ള കിടപ്പുവശം വെച്ച് നോക്കുമ്പോൾ USA ഈ പ്രഷറിംഗ് സ്ട്രാറ്റജി ഫലം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എന്തെങ്കിലും ഒരു ബിസിനസ് ഡീലൊന്നും അല്ലല്ലോ. ഉദാഹരണമായി ഈ നടക്കാൻ പോകുന്ന
പോകുന്ന ചർച്ചയിൽ ട്രംപ് ഇവിടെ റഷ്യയ്ക്ക് മുമ്പിലേക്ക് വെക്കുവാൻ പോകുന്ന ഒരു ഓഫറിനെ പറ്റി ഞാൻ പറയാം. റീസെന്റ് ടെലഗ്രാഫ് എന്ന മീഡിയ പബ്ലിഷ് ചെയ്തതാണിത്. യുദ്ധം നിർത്തുവാൻ തയ്യാറാണെങ്കിൽ പകരമായി അലാസ്കയിലുള്ള റെയർ എർത്ത് മിനറൽസിനെ റഷ്യയ്ക്ക് നൽകാമെന്ന്. അതേസമയം അലാസ്കയിലുള്ള റെയർ എർത്ത് മിനറൽസിനേക്കാൾ അധികം യുക്രൈനിലുണ്ട് എന്ന കാര്യം പുടിൻ അറിയാം. തന്റെ കാൽച്ചുവട്ടിലുള്ള മണ്ണിൽ ഇതെല്ലാം ഉള്ളപ്പോൾ അതിന് വിട്ട് പകരമായി USA ഒരു സ്റ്റേറ്റായ അലാസ്കയിൽ പോയി അതിന്റെ പെർമിറ്റ് ഒക്കെ എടുത്ത് നാളെ ഒരു മൂഡ് സ്വിംഗ് വന്ന് ട്രംപ് ഇതിനെയൊക്കെ ക്യാൻസൽ ചെയ്താൽ അതും മതി. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ റഷ്യയ്ക്ക്? പുടിൻ മിക്കവാറും ഇത് കേട്ടാൽ ചിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നടക്കാൻ പോകുന്ന പുടിൻ ട്രംപ് മീറ്റിംഗ് അത്ര ഫലവത്താകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. റഷ്യയുടെ മിനിമം ഡിമാൻഡ് എന്നത് പാതി യുക്രൈൻ ആയിരിക്കും. അതിൽ കുറഞ്ഞതൊന്നും പുടിൻ ആവശ്യപ്പെടുവാൻ പോകുന്നില്ല. മറുഭാഗത്ത് സെലൻസ്കി അതിന് തയ്യാറുമല്ല. പിന്നെ ട്രംപ് കളിക്കുന്ന ഈ പ്രഷറിംഗ് ടാക്ടിക്സിനൊക്കെ മുന്നിൽ പുടിൻ വഴങ്ങാൻ പോകുന്നില്ല. നമ്മുടെ ഭാരതവും ഇതിന്റെയൊക്കെ മുന്നിൽ തലകുനിക്കില്ല. ഇരു രാജ്യങ്ങളുടെയും ദശകങ്ങളായുള്ള ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. ഇത്തരം ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ശത്രുക്കൾ പിന്മാറുന്നതല്ലാതെ ഒരിക്കലും ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട ഒരു അവസരം ഇതുവരെ നമുക്കുണ്ടായിട്ടില്ല. മാത്രമല്ല കാര്യങ്ങളൊക്കെ ഇനി ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ USA അതേ നാണയത്തിൽ തന്നെ ഒരു മറുപടി കൊടുക്കേണ്ട സമയം ആയിരിക്കുകയാണ്. കാരണം ഇത് സിറിയയ്ക്ക് മേലെയോ ഇറാന്റെ മേലെയോ അല്ലെങ്കിൽ നോർത്ത് കൊറിയയ്ക്ക് മേലെയോ എന്തിന് അമേരിക്കയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്ന ചൈനയ്ക്ക് മേലെയോ ഒന്നുമല്ല അമേരിക്ക ഇപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്തുവാൻ പോകുന്നത്. മറിച്ച് നാഴികയ്ക്ക് 40 വട്ടം സ്ട്രാറ്റജിക് പാർട്ണർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യക്ക് മേലാണ് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് അഥവാ ഇന്ത്യക്ക് മേൽ ഇപ്പോൾ 75% താരിഫ് എങ്ങാനും US ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചും ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികളെയും ടാർഗറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് ഇന്ത്യയിലെ പല കർഷക നേതാക്കളും രാജ്യത്തോട് ഇത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല രാജ്യത്തുടനീളമുള്ള സാധാരണ ജനങ്ങളിലും ഒരു ആന്റി അമേരിക്ക സെന്റിമെന്റ്സ് പതിയെ പതിയെ ഉയർന്നു വരുന്നത് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ടെല്ലാം വരാൻ പോകുന്ന ട്രംപ് പുടിൻ മീറ്റിംഗ് എന്നത് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചും അങ്ങേയറ്റം നിർണായകമായിരിക്കും. ട്രംപ് പുടിൻ മീറ്റിംഗിന് ശേഷം അതിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ഡീറ്റെയിൽ അപ്ഡേറ്റ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം അടുത്ത വീഡിയോയിൽ. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.